ഗൈസ്, അപ്പം നമ്മുടെ സിലോപ്പിൽ ഡെഡായി പോവാണ്. അപ്പം നമ്മളിന്ന് തീറ്റ കൊടുക്കാൻ വന്നപ്പോൾ കണ്ടാട്ടാ സിലോപ്പി ഡെഡായി കിടക്കണം. അപ്പോൾ തൊട്ട് മുമ്പ് ഒരു ദിവസമാണെങ്കിൽ ഒരെണ്ണം ഡെഡായി പോയി. അപ്പോൾ ഞാൻ കാര്യമാക്കിയില്ല, ഇത് ചിലപ്പോൾ വല്ല കൊത്തു പിടിച്ച് ചത്തായിരിക്കും എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണെങ്കിൽ എല്ലാം ചത്തുപോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി വെള്ളത്തിൻ്റെ കണ്ടീഷൻ്റെ എന്താ കുറവാണെന്ന്. നമ്മളതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മീനെല്ലാം ചത്തു പോകട്ടെ. നമ്മൾ വെള്ളമെല്ലാം വറ്റിക്കാൻ പോകണില്ല, മീനെല്ലാം ചത്ത് പോകും. കൊത്തില്ലാകൊന്നും അടുപ്പിക്കണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മളാണെങ്കിൽ മീനിനെ കുഴിച്ചിടാൻ പോവാട്ടോ. അപ്പോൾ നേരെ നമുക്ക് കുഴിക്കകത്തേക്ക് കൊണ്ട് ഇവനെ വെച്ചിട്ട് മൂടിയൊക്കെ ഇടാൻ. എന്നിട്ട് ബാക്കി ഇതിൻ്റെ അകത്തുള്ള എല്ലാ ഫിഷിനെയും നമുക്കാണെങ്കിൽ ഇവത്തിൽ നിന്ന് മാറ്റി ഇതാക്കാണ് ഫ്രിഡ്ജ് കുട്ടിയിലേക്ക് ഇടണ്ട കേട്ടോ. അപ്പം എല്ലാം പെട്ടെന്ന് ചെയ്യണം. നമ്മൾ മീനിനെ കുഴിച്ചിടാൻ പോവാണ്. അപ്പം അത്യാവശ്യം വെള്ളത്തിൽ അഴുക്കുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഈ മീനൊക്കെ ചത്തു പോകുന്നത്. അപ്പം നമ്മൾ കുഴിക്കകത്ത് വെച്ചിട്ടുണ്ട്. നൈസായിട്ട് നമ്മൾ മൂടി വെച്ചേക്കാം. ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ മറ്റേ പൊടിമീനൊക്കെ വളർത്തുന്ന ഒരു ടാങ്കുണ്ട്. സിലോപ്പിയും മറ്റേ ഗൗരയൊക്കെ കിടപ്പുണ്ട്, പിന്നെ കുറച്ച് ഗപ്പീസും കിടപ്പുണ്ട്. അപ്പോൾ ആ ടാങ്കിൻ്റെ വെള്ളം എന്ന് പറയുന്നത് ചീത്ത വെള്ളമാണ്. പിന്നെ നമ്മുടെ 2 മീൻ ഇപ്പോൾ ഡെഡായി പോയിട്ടുണ്ട്. 2 സിലോപ്പിയാണ് ഡെഡായേക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ വെള്ളം ചേഞ്ച് ചെയ്യാൻ കഴിച്ചില്ലെങ്കിൽ മീനെല്ലാം ചത്തുപോകും. നമ്മളാണെങ്കിൽ ഫസ്റ്റ് ഫിഷിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്, ഗൗരയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ടാങ്കിലേക്ക് ഇടാൻ പോവാണ്. നമ്മൾ വെള്ളമൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് നൈസായിട്ട് റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഇതേ വെള്ളമൊക്കെ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിക്കൊന്ന് വാറ്റട്ടെ ഗൈസ്. എന്നിട്ടാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മീനെല്ലാത്തിനും പിടിച്ചെടുക്കണം. ചെറിയ റിസ്ക്കാണ്, ഇതിൻ്റെ അകത്ത് പൊടിമീനൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ റിസ്ക്കാണ്. അപ്പോൾ ഇതേ നമുക്കൊരു ഗൗരനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തെ വെള്ളമൊക്കെ ഒന്ന് ശരിക്കൊന്ന് വറ്റിട്ട് കാണിച്ചു തരാം. കേട്ടോ, ഇപ്പോൾ കൂട്ടത്തിൽ ഇത്രയും വലിയ ഗൗരനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവനെ ഇറക്കി വിടാൻ പോവാണ്. ആളിച്ചിരി ഭയങ്കര അഗ്രസീവാണ്. ഇപ്പോൾ ഭയങ്കര ചാട്ടായിരുന്നു നമ്മൾ പിടിച്ച സമയത്ത്. ഈ കാണുന്ന നമ്മൾ പണ്ട് കൊണ്ടുപോയിട്ട സിലോപ്പി ആട്ടാ. അപ്പോൾ അത്യാവശ്യം സൈസൊക്കെ കയറിയതാണ്. അപ്പോൾ പിറ്റേ ദിവസം ആളും ഡെഡായി പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളറൊക്കെ കയറി വന്നതാണ്. നമുക്കാണെങ്കിൽ ഇവനെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടേക്കാം. അപ്പോൾ ഡെഡായ മീനിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കണ്ടു നോക്കണേ. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക്. അപ്പോൾ നമ്മൾ ക്ലീനാക്കി എന്തായാലും നന്നായിട്ടാ. അപ്പോൾ ഈ ടാങ്കിൽ അത്യാവശ്യം അഴുക്കുണ്ട്. അപ്പോൾ അതൊക്കെ തിന്നിട്ട് ഇവന്മാരൊക്കെ ഡെഡായി പോവാണ്. അപ്പോൾ ഇത് നമ്മൾ ക്ലീനാക്കി കൊണ്ടിരുന്നപ്പോൾ വലയിൽ വന്ന് കിട്ടിയത് കേട്ടോ. ഇപ്പോൾ ഒരു സിലോപ്പിയാണ് ഡെഡായി പോയി. നമ്മുടെ കയ്യിൽ ആഫ്രിക്കൻ മുഷയാണ്. അപ്പോൾ ഇതും ഈ ഫ്രിഡ്ജ് വെട്ടിയിൽ ചെറുതായിരുന്നപ്പോൾ കൊണ്ടുപോയിട്ടാണ് കേട്ടോ. അപ്പോൾ ആളിപ്പോൾ ഇത്തിരി നല്ല സൈസ് തന്നെ കയറിയിട്ടുണ്ട്. നമ്മുടെ അക്വാട്ട് മലയാളം എന്ന് പറഞ്ഞ യൂട്യൂബർ വന്ന മുഷയാണ്. കിടിലനായിട്ട് സൈസ് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൊടുക്കണ പെല്ലറ്റും പിന്നെ ഫിഷ് വേസ്റ്റും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കക്കാർച്ചയൊക്കെ മെയിനായിട്ട് കൊടുക്കും കേട്ടോ. ഇതിനകത്ത് ഇനിയും മീനുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് തെളിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഈ പിടിക്കാം കേട്ടോ. അപ്പോൾ മാക്സിമം ഫിഷിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇതേ മുഷിയൊക്കെ ഇവിടെ കറങ്ങി കിടപ്പുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ഫിഷിനെയും കുറച്ചായിട്ടൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയുണ്ട് കേട്ടോ പിടിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പിടിച്ചിട്ട് നമ്മൾ കാണിക്കുന്നതാണ്. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സിമെൻറ്റിൻ്റെ ടാങ്കുണ്ട്. ആ ടാങ്കിലാണെങ്കിൽ നമ്മൾ മുഷിനെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന്മാരും ഇപ്പോൾ സൈസൊക്കെ കയറിയിട്ടുണ്ട്. അതിൽ കൂട്ടത്തിൽ ഒരുത്തം മാത്രമാണ് അത്യാവശ്യം സൈസുള്ളത്. ഇതിപ്പോൾ ഞാൻ പിടിക്കണവനാണ് കേട്ടോ സൈസുള്ളത്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവനെയൊക്കെ കൊണ്ട് ഫ്രണ്ടിലേക്ക് ഇടാൻ പോകുന്നു. എല്ലാ മീനിനെയും നമ്മൾ ഒന്നിച്ചാട്ടോ ഇട്ടേക്കണം, പൊടി മീനെല്ലാം. അപ്പോൾ ഇവന്മാരൊക്കെ വലുതായി കഴിഞ്ഞാൽ നമ്മുടെ സിമെൻറ്റിൻ്റെ ടാങ്കിലേക്ക് ഇടും. എന്നിട്ട് അവിടെ നിന്ന് വേറെ നമ്മുടെ ഒരു വലിയ ടാങ്കുണ്ട്, അങ്ങോട്ട് ഇടും കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഇവന്മാർക്ക് ഫീഡ് കൊടുക്കുന്ന ഒരു വീഡിയോയും കൂടി ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയണേ. ഇതൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള എല്ലാ മീനിനെയും നമ്മൾ പിടിച്ചാണെങ്കിൽ ഇതിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.